വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്വിൻ ഗേൾസ് കാത്തു ആൻഡ് ചക്കി. ഇന്നത്തെ വീഡിയോ 2 റെസിപ്പികളാണ് ഉള്ളത്. നമ്മൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ബീഫ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആൻഡ് ടേസ്റ്റി വിന്താലുവും അതിന് കോമ്പിനേഷനായി ഒരു സ്പെഷ്യൽ ആൻഡ് ഈസി കുബൂസുമാണ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ബീഫ് വിന്താലു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫ്. ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായി എടുക്കുന്നതാണ് നല്ലത്. ഇനി വേണ്ടത് 15 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 കഷ്ണം ഇത്രയും വലുപ്പത്തിലുള്ള ഇഞ്ചി, കൂടാതെ 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം, ഒരു 6-7 ഗ്രാമ്പൂ, ഇതുപോലെ 2 കഷ്ണം കറുവാപ്പട്ട, 5-6 ഏലക്ക കഷ്ണം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ടത് 5 ടേബിൾ സ്പൂൺ വിനീഗർ, ഇതുപോലെ 1 കഷ്ണം മുരിങ്ങത്തൊലി, കുറച്ച് കറിവേപ്പില, ഒരു 1/2 കപ്പ് കോക്കനട്ട് ഓയിൽ, 4 സവാള അരിഞ്ഞെടുത്തത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങത്തൊലി. മുരിങ്ങയിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം പുറത്തെ തൊലിയും അകത്തെ തടി ഭാഗവും ചീകിക്കളയണം. അതിന് ശേഷമുള്ളതാണ് ഈ കഷ്ണം. ഇനി വിന്താലുവിൻ്റെ മസാല തയ്യാറാക്കുന്നതിനായി ഇതുപോലൊരു പാനിലേക്ക് പെരുംജീരകം, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മതിയാവും. ഇപ്പം നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ റോസ്റ്റ് ആയതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനിയൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. പൊടിച്ചെടുക്കാനായി മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പൊടിച്ചും എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. ഇനിയും ഇതേ ജാറിലേക്ക് തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കൂടാതെ 2 തരത്തിലുള്ള മുളക് പൊടി, മുരിങ്ങത്തൊലി ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് അരച്ചെടുത്ത് വരാം. ആദ്യം അരച്ചെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എത്തിയത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല. അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഒരുവിധം ഒന്ന് നന്നായി വഴന്നാൽ മാത്രം മതി. ബ്രൗൺ ഷെയ്ഡൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവം കണ്ടോ? ഇത്രയും മതി. ഇനി നമ്മൾ ആദ്യം അരച്ചു വെച്ച ആ സ്പൈസസിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കളയേണ്ട ആവശ്യമില്ല. അത് കഴുകി അല്പം വെള്ളം കൂടെ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ മസാലയും സവാളയും എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ബീഫ് വിന്താലുവിൻ്റെ മസാല പൂർണ്ണമായിട്ടും റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്ത ശേഷം ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി അതിലേക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബീഫിന് ആവശ്യമായ ഉപ്പിടാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തോളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഗ്രേവിയുള്ള ഡിഷല്ലല്ലോ വിന്താലോ, അതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മളെല്ലാം ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കേണ്ട രീതി എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വയ്ക്കണം. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. അങ്ങനെ ഒരു 15-20 മിനിറ്റ് വരെ നമ്മളത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഇപ്പം നമ്മളുടെ വിന്താലുവിൻ്റെ പരുവം. ബീഫൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഗ്രേവി ഉണ്ട്, കൂടുതലായിട്ടുണ്ട്. ഇത്രയും ഗ്രേവി നമ്മുടെ ബീഫ് വിന്താലുവിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്വല്പം ഗ്രേവി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കണ്ടോ, ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി നമ്മുടെ ബീഫ് വിന്താലു കറക്റ്റ് ടെക്സ്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് അല്പം തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ നമ്മളുടെ ബീഫ് വിന്താലു പൂർണ്ണമായിട്ടും റെഡിയായിട്ടുണ്ട്. നമ്മുടെ വിന്താലുവിൻ്റെ കോമ്പിനേഷനായി ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി കുബൂസാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ കുബൂസ്. മാവ് കുഴച്ചതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ ഒരു 2-2.5 മണിക്കൂർ വെക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമേ ഇതിനകത്ത് താമസമായിട്ടുള്ളൂ. ബാക്കി സ്റ്റെപ്സൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആദ്യം നമുക്ക് ഈസ്റ്റ് കലക്കി വെക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ആദ്യം ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം ഒരു 1/2 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ അതൊന്ന് കലക്കി വയ്ക്കുക. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് മതിയാകും. അതല്ലാതെ ചെറിയ മണികളായിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഒരു അരമണിക്കൂർ വേണ്ടി വരും. ഇനി മാവ് കുഴയ്ക്കാനായി ഒരു വലിയ പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കുബൂസിനെ സ്പെഷ്യലാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന ഈസ്റ്റും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ആദ്യം തന്നെ മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കാം. ഈസ്റ്റ് മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞ് ഇനി ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് കുഴയ്ക്കാം. നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ട് ഈ മാവ് ഇങ്ങനെ കൈകൊണ്ട് ഇളക്കി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. എന്നാലേ മാവ് നല്ല സ്മൂത്തായി വരികയുള്ളൂ. ഞാനിപ്പം ഈ മാവ് ഒരു 5 മിനിറ്റോളം കുഴച്ചതിന് ശേഷമുള്ളതാണിത്. ഈ ഒരു പരുവം മതി. ഇനി കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണയെടുത്ത് എല്ലാ വശത്തും ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി ഈ മാവ് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കവർ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മാവ് ഡബിൾ സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് മാവ്. ഇനി പരത്തിയെടുക്കാനായി കൗണ്ടർ ടോപ്പിലേക്ക് ഇതുപോലെ കുറച്ച് മാവൊന്ന് വിതറി കൊടുക്കാം. ഇനി മാവ് ഇതുപോലെ എയർ ബബിൾസൊക്കെ കളയാനായി അതിൻ്റെ പുറത്തേക്കിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 1 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി.
എന്നിട്ട് മാവ് ഇതുപോലൊന്ന് വലിച്ചിങ്ങനെ നീട്ടുക. അതായത് മാവെല്ലാം ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ പരത്തിയതിന് ശേഷം ആ ബോൾ കുറച്ചൊന്ന് പെർഫെക്റ്റ് ഷേപ്പിലാക്കി എടുക്കാം. അതിനായിട്ട് ഇങ്ങനെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യത്തില്ലേ, കൈവിരലുകൾക്കിടയ്ക്കൂടെ നല്ല ബോൾ പോലെ ആക്കിയെടുക്കില്ലേ, അതുപോലെ നമുക്ക് ഇതൊന്ന് ബോളാക്കിയെടുക്കാം. ഇപ്പം എല്ലാ ബോൾസും അതുപോലെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം എണ്ണ കൂടി ഇതുപോലെ ആ ബോളുകളുടെ പുറത്തേക്കൊന്ന് തടവി കൊടുക്കാം. ഇനി ഈ ബോൾസ് നമ്മളൊരു നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുറച്ചുകൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. ഇത് കണ്ടോ, നേരത്തെ ഇതിലും കുറേ കൂടെ വീർത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ബോൾ. പരത്തുമ്പോൾ പലകയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറേശ്ശെ പൊടി തൂവി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കണം. പരത്തുമ്പോൾ ഒത്തിരി ഘനം വേണ്ടതാനും എന്നാൽ തീരെ ഘനം കുറയാനും പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്ക് പരത്തിയെടുത്താൽ മതി. കുബൂസിൻ്റെ വലിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമുക്ക് ബാക്കി ബോൾസും കൂടി ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഒരു 10 മിനിറ്റ് വീണ്ടും മാറ്റി വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മാവ് കുറച്ചുകൂടി പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പാൻ ചൂടാക്കി ഇത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ല പൊങ്ങി ഇങ്ങനെ വരും. നമ്മുടെ കുബൂസ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒത്തിരി അങ്ങിട്ട് മൊരിക്കാൻ പാടില്ല, എന്നാൽ എല്ലായിടവും വേകുകയും വേണം. ആ തരത്തിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പം നമ്മളെല്ലാ കുബൂസും ചുട്ടെടുത്ത് കഴിഞ്ഞു. എല്ലാം നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. നോക്കൂ, ശരിക്കും 2 ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ കുബൂസ് വാങ്ങി കഴിക്കുമ്പം ശരിക്കും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണാം. അതും കൂടെ ഒന്ന് അമർത്തിയ ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് അമർത്തി കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടും. അടുത്ത ദിവസം മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും എത്താം.